നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം കടപ്പത്രത്തിലൂടെ വായ്പ എടുത്തത് 50,000 കോടിയിലധികം രൂപ. നിലവിലെ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിലും അധികമായിട്ടാണ് കടപ്പത്ര ലേലത്തുക കൈപ്പറ്റുന്നത്. അതേസമയം സാമ്പത്തിക വർഷാവസാനം ഒരാഴ്ചത്തെ ചെലവിന് വേണ്ടി കടമെടുത്തത് 6,749 കോടി രൂപയാണ്. ടിൻഡു, ഈ കണക്കുകളൊന്ന് പറയൂ. ടിൻഡു ദാസാണ് വിവരങ്ങളുമായി ചേരുന്നത്. വീണ, നടപ്പ് സാമ്പത്തിക വർഷം സംസ്ഥാനം ഈ കടപ്പത്ര ലേലത്തിലൂടെ കടമെടുത്തിരിക്കുന്നത് 53,666 കോടി രൂപയാണ് കടമെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് 32,000 കോടി രൂപയാണ് സംസ്ഥാനം കടമെടുക്കാനായിട്ട് കടപരിധിയായിട്ട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ കേരളത്തിന് ആദ്യത്തെ ഘട്ടത്തിൽ കേന്ദ്രം അനുമതി നൽകിയിരുന്നത് 15,395 കോടി രൂപയാണ്. ഇത് വളരെ കുറവ് തുകയാണെന്ന് പല ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരെ പിഴച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ എത്തിയിരുന്നു. പക്ഷേ ഈ തുക, അല്ലെങ്കിൽ 15,000 കോടിയോളം വരെ തുക മാത്രമാണ് അനുമതി നൽകിയിരുന്നതെങ്കിലും ബാക്കിയുള്ള മാസങ്ങളിൽ സംസ്ഥാനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ സമീപിക്കുകയും ഈ 32,000, അതായത് സംസ്ഥാനം ആവശ്യപ്പെട്ട 32,000-2,000 കോടി രൂപ കടമെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പല ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുമൊക്കെ വീണ്ടും കടമെടുക്കുന്ന അവസ്ഥ. ഇനിയിപ്പോൾ നോക്കേണ്ടത് നമ്മൾ ഈ കടപ്പത്ര ലോണാണ്. കടപ്പത്ര ലോൺ എന്ന് പറയുമ്പോൾ ഒരു കോർപ്പറേറ്റീവ് സംവിധാനവും കൂടി ഏർപ്പെടുത്തിക്കൊണ്ട് നിശ്ചിതമായ തിരിച്ചടവോട് കൂടി റിസർവ് ബാങ്കിന്റെ അനുമതിയോടെ എടുക്കുന്ന ലോണാണ്. ആ ലോൺ ഏതാണ്ട് 53,666 കോടി രൂപ ഇതുവരെ എടുത്തിട്ടുണ്ട്. സംസ്ഥാനം അവസാനമായിട്ട് കടമെടുത്തിരിക്കുന്നത് ഈ മാസം 26-ാം തീയതി 990 കോടിയാണ്. ഈ മാസം 25 മുതൽ ഇനി നമുക്ക് ഏപ്രിൽ 1 വരെ, അതായത് ഇന്ന് ഏതാണ്ട് 28 ആയിരിക്കുന്നു. ഇനി 2 ദിവസമാണ് സാമ്പത്തിക വർഷം അവസാനിക്കാനുള്ളത്. ഈ കാലയളവിൽ സംസ്ഥാനം 6,700 കോടിയോളം രൂപ കടമെടുക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിന് ഒരാഴ്ച മുന്നോട്ട് പോകണമെങ്കിലും അധികമായിട്ട് തുകയുടെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് KSEBയിലെ ഇടപെടലും ഈ പങ്കാളിത്ത പെൻഷനിലെ ഇടപെടലും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 12,000 കോടിയോളം രൂപ കടമെടുക്കാൻ അർഹതയുണ്ട് എന്ന് കേന്ദ്രത്തോട് അറിയിക്കുന്നു. കേന്ദ്രം അപ്പോഴും 6,000 കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകുന്നു. പിന്നീട് വരുന്ന 6,000 കോടിയാണ് ഈ ആഴ്ച എടുക്കുന്നത്. അപ്പോൾ കേരളം ആവശ്യപ്പെടുന്ന സമയത്തെല്ലാം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നുണ്ട്. കടം ഒരു പരിധിക്കപ്പുറം പോയൊരവസ്ഥയാണ്. ഇനി അടുത്ത സാമ്പത്തിക വർഷം 2025-26 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അനുമതി ഏതാണ്ട് 40,000 കോടിയോളം രൂപ ആവശ്യപ്പെടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വർഷം വിരമിക്കൽ പ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ആ വിരമിക്കൽ പ്രായം 1 വയസ്സ് കൂടി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇലക്ഷനൊക്കെ കഴിയും, സംസ്ഥാന സർക്കാർ സേഫ് ആവും. അപ്പോൾ ആ 5,000 കോടി രൂപയും കൂടെ ഇപ്പുറത്തേക്ക് വലിക്കാൻ സാധിക്കും. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഇന്ധന സെസ്, അതോടൊപ്പം എക്സൈസ് സെസ് തുടങ്ങിയ മേഖലകളിൽ നിന്നൊക്കെ ഈ മുൻകൂറായിട്ടുള്ള നികുതി നേരത്തെ തന്നെ സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. ബിവറേജസിന് നേരത്തെ നികുതി കൈപ്പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ട്രഷറിയിലേക്ക് പണം വലിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ധനപ്രതിസന്ധിയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും. ശരി ടിൻഡു.